നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. പൂരപ്രേമികൾക്ക് ആശ്വാസമായി സുപ്രീം കോടതിയുടെ സ്റ്റേ. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ഉത്സവപ്രേമികളെ കുറച്ചൊന്നുമല്ല നിരാശരാക്കിയത്. പ്രത്യേകിച്ച് ഉത്സവ സീസണിൽ വന്ന ഈ ഉത്തരവ് ആനപ്രേമികൾക്കും വലിയ തിരിച്ചടിയായിരുന്നു. ലക്ഷങ്ങൾ മുടക്കി പല കമ്മിറ്റികളും ഉത്സവങ്ങൾക്കായി ആനയെ എടുക്കുന്നതും ഉത്സവപ്രേമികളുടെ ആവേശവും കൂടി പരിഗണിച്ചാണല്ലോ. ആനപ്പൂരം മലയാളിക്ക് സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. അതിന് വിലക്കേർപ്പെടുത്തിയാൽ എന്ത് വില കൊടുത്തും അതിനെ പ്രതിരോധിക്കാൻ കേരളം ഒറ്റക്കെട്ടായി നിൽക്കും. സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിയല്ലെന്ന നിലപാട് ശരിവെച്ചു. ആനയെഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങളിൽ മാർഗനിർദ്ദേശം പുറത്തിറക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ലെന്നും നിലവിലെ സുപ്രീം കോടതി പുറത്തിറക്കിയ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആനയെഴുന്നള്ളിപ്പ് നടത്താമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. ശൂന്യതയിൽ നിന്ന് ഉത്തരവിറക്കാനാകില്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചു. ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേവസ്വങ്ങൾ സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. കേസിൽ സംസ്ഥാന സർക്കാരിനും ആന ഉടമസ്ഥരുടെ സംഘടനകൾക്കടക്കം നോട്ടീസ് സുപ്രീം കോടതി നൽകി. ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പാർമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിലാണ് എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകിയത്. ജനുവരി 5 നടക്കുന്ന ചടങ്ങുകൾക്ക് ഉത്തരവ് ബാധകമാകില്ല. ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. 250 വർഷത്തോളമായി ഉത്സവമാണ് തൃശൂർ പൂരമെന്നും എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്നും ദേവസ്വങ്ങൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. ഹൈക്കോടതി ഉത്തരവ് പൂരം നടത്തിപ്പിനെ തന്നെ ബാധിക്കുമെന്ന് കപിൽ സിബൽ പറഞ്ഞു. യുനെസ്കോയുടെ പട്ടികയിലുള്ള ഉത്സവമാണ്. ആനകളുടെ എഴുന്നള്ളിപ്പ് നിയമങ്ങൾ പാലിക്കാതെയാണെന്നും ആനകളെ കൊണ്ടുപോകുന്നത് വലിയ അപകട സാധ്യതയിലാണെന്നും മൃഗസ്നേഹികളുടെ സംഘടന വാദിച്ചു. പലയിടങ്ങളിലും എഴുന്നള്ളിപ്പിനിടെ ആന വിരണ്ടോടിയിട്ടുണ്ടെന്ന് മൃഗസ്നേഹികളുടെ സംഘടന വാദിച്ചു. എന്നാൽ പൂരത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് കപിൽ സിബൽ മറുപടി നൽകി. എല്ലാ നിയമങ്ങളും പാലിച്ചാണ് മുന്നോട്ടു പോകുന്നത് എന്ന് ദേവസ്വങ്ങൾ വാദിച്ചു. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മൃഗസ്നേഹികളുടെ സംഘടനകളെ വാദിക്കാൻ അനുവദിക്കരുതെന്ന് കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ആചാരവും മൃഗങ്ങളുടെ അവകാശവും ഒന്നിച്ചു കൊണ്ടുപോകുകയാണ് കോടതി ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റിസ് നാഗരത്ന അഭിപ്രായപ്പെട്ടു. നിയമങ്ങൾ പാലിച്ചല്ലേ പൂരമടക്കം നടക്കുന്നത് എന്ന് കോടതി ചോദിച്ചു. കേസിൽ ദേവസ്വങ്ങൾക്കായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ, അഭിഭാഷകരായ MR അഭിലാഷ്, മഹേഷ് ശങ്കർ, സുഭൻ എന്നിവർ ഹാജരായി. അതേസമയം ആനയെഴുന്നള്ളിപ്പും വെടിക്കെട്ടും ഉത്സവ പെരുന്നാൾ നേർച്ച ആഘോഷങ്ങളും നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് തൃശൂരിൽ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്സവരക്ഷാ സംഗമവും സംഘടിപ്പിച്ചിരുന്നു. രമേശ് ചെന്നിത്തല, VS സുനിൽകുമാർ, K സുരേന്ദ്രൻ, PK ബിജു തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും മേളവിദ്വാൻ പെരുവനം കുട്ടന്മാരാരും ദേവസ്വം ഭാരവാഹികളും സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഇനി മലയാളികൾക്ക് ആനപൂരം തകർക്കാം. ആചാര സംരക്ഷണവും ആന സംരക്ഷണവും അനിവാര്യമാണ്. ഒന്നിനു വേണ്ടി മറ്റൊന്ന് വേണ്ട എന്ന് വയ്ക്കുന്നത് ശരിയല്ല. ആനപ്രേമികളും ഉത്സവപ്രേമികളുമുള്ള നമ്മുടെ നാട്ടിൽ ആനയെ ഒഴിവാക്കിയുള്ള പൂരം ചിന്തിക്കാവുന്നതും അല്ല. നിശ്ചിത അകലം പാലിക്കുകയും പ്രാവർത്തികമല്ല. എന്തായാലും പ്രതിഷേധങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി കനിഞ്ഞു. സിനിമകളിലെ ക്ലൈമാക്സ് പോലെ ജീവിതത്തിലും ചില ക്ലൈമാക്സുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ സിനിമകളെ വെല്ലുന്ന സസ്പെൻസോടെ പോലീസ് കള്ളന്മാരെ പൊക്കി. 8 മാസം എടുത്തെങ്കിലും 438 പവൻ സ്വർണവും 29 ലക്ഷം രൂപയും വീണ്ടെടുത്തത് ആശ്വാസം. പൊന്നാനി ബിയത്ത് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് 550 പവൻ സ്വർണമാണ് കവർന്നത്. എന്തായാലും പോലീസിന്റെ തന്ത്രപൂർവമായ ഇടപെടലോടെ കള്ളന്മാർ ശരിക്കും കുരുക്കിലായി. കഴിഞ്ഞ ഏപ്രിൽ 13 വൈകിട്ട് 4 മണിയോടെ പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്തുള്ള പ്രവാസിയായ മനപ്പറമ്പിൽ രാജീവിന്റെ അടച്ചിട്ട വീട് കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. പരാതിയിൽ ഉടൻ തന്നെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. ഏപ്രിൽ 9 രാജീവിന്റെ ഭാര്യ വിദേശത്ത് പോയതോടെ അടച്ചിട്ട വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുജോലിക്കാരി പത്മാവതിയാണ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ആദ്യഘട്ടത്തിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 350 പവൻ സ്വർണ്ണാഭരണങ്ങളും മുന്തിയ ഇനം വിദേശ മദ്യക്കുപ്പികളും നഷ്ടപ്പെട്ടതായും പരാതിയിൽ പറഞ്ഞിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനും ഒടുവിലാണ് സ്വർണവും പണവും കണ്ടെത്താനായത്. മോഷ്ടിച്ച സ്വർണം വിറ്റുകിട്ടിയതുൾപ്പെടെയുള്ള പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയിൽ താമസക്കാരനുമായ രായമരയ്ക്കാർ വീട്ടിൽ സുഹൈൽ, പൊന്നാനി കടവനാട് മുക്രിയകം കറുപ്പം വീട്ടിൽ നാസർ, പാലക്കാട് കാവശ്ശേരി പാലത്തൊടി മനോജ് എന്നിവരാണ് പിടിയിലായത്. പറമ്പിൽ 1.5 അടി താഴ്ചയിൽ കവറിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ട നിലയിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത്. മോഷണം നടന്ന വീടിന്റെ അടുത്താണ് സുഹൈലിന്റെ ഭാര്യ വീട്.
കുഴിച്ചിട്ട സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഉരുക്കി കട്ടിയാക്കി വിൽപ്പനയ്ക്ക് നൽകിയ സ്വർണവും പോലീസ് പിടിച്ചെടുത്തു. സ്വർണം ഒളിപ്പിച്ചത് സംബന്ധിച്ച് പ്രതികൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതികളുടെ കുതന്ത്രങ്ങൾ പൊളിച്ചടക്കുകയായിരുന്നു. 8 മാസമെടുത്താണ് പ്രതികളെ പിടികൂടിയതെങ്കിലും 5 ദിവസം കൊണ്ട് മോഷ്ടിക്കപ്പെട്ടതിലെ 90% പോലീസിന് കണ്ടെത്താനായി. മോഷണം മുതൽ കണ്ടെത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് പ്രതികൾ നടത്തിയത്. പ്രത്യേക സംഘത്തിന്റെ അതിവേഗ ഇടപെടലിലൂടെയും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെയും സ്വർണം ഒളിപ്പിച്ച സ്ഥലം പറയാൻ പ്രതികൾ നിർബന്ധിതമാവുകയായിരുന്നു. കേസിനു പിന്നാലെ നിശബ്ദമായി പോലീസ് നടത്തിയ കുറ്റമറ്റ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത്. കേസിൽ ഇവരെ കൂടാതെ പ്രതികൾ ഇല്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. കവർച്ച നടത്തിയ 550 പവൻ സ്വർണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പ്രതികൾ കുതന്ത്രങ്ങളും നടത്തിയിരുന്നു. 438 പവൻ സ്വർണവും 29 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു. മോഷണം മുതൽ സൂക്ഷിച്ച സ്ഥലത്തേക്ക് പോലീസ് എത്താതിരിക്കാൻ പ്രതികൾ നിരവധി തവണയാണ് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ചത്. അതൊരു പ്രത്യേകമായിട്ട് പാക്ക് ചെയ്ത രീതിയിൽ തുണിയിൽ ഒന്നരടി താഴ്ചയിൽ കുഴിച്ചിട്ട അവസ്ഥയിലാണ് റിക്കവറി നടക്കുന്നത്. അത് ഈ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പോലീസ് കസ്റ്റഡി കഴിയുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിയുമ്പോൾ അതിൽ ജാമ്യം നേടി ഈ സാധനങ്ങളെല്ലാം തന്നെ കയ്യിൽ വയ്ക്കാമെന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ്. 8 മാസമെടുത്താണ് പ്രതികളെ പിടികൂടിയതെങ്കിലും കവർച്ച നടത്തിയതിലെ 90% പോലീസിന് കണ്ടെത്താനായത് പ്രവാസിക്ക് ആശ്വാസവും പോലീസിന് അഭിമാനവുമാണ്. മോഷണം മുതൽ കണ്ടെത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് പ്രതികൾ നടത്തിയതെങ്കിലും അതെല്ലാം പോലീസ് പൊളിച്ചടുക്കി. പ്രത്യേക സംഘത്തിന്റെ അതിവേഗ ഇടപെടലിലൂടെയും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെയും സ്വർണം ഒളിപ്പിച്ച സ്ഥലം പ്രതികൾക്ക് പറയേണ്ടി വന്നു. എന്തായാലും ആശ്വാസം. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്നൊരു ചൊല്ലുണ്ട്. ചിലർ അങ്ങനെയാണ്. എന്തൊക്കെ എങ്ങനെയെല്ലാം പ്രതിഷേധങ്ങൾ നടന്നാലും അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ലാഭം മാത്രം ലക്ഷ്യം വെക്കുന്നവർ. മറ്റുള്ളവർ ബുദ്ധിമുട്ടിയാലും ജീവൻ തന്നെ പോയാലും അതൊന്നും തങ്ങളെ ബാധിക്കില്ലെന്ന ധാർഷ്ട്യമുള്ളവർ. അതിന് അടിവരയിടുന്നതാണ് കോട്ടൂൽ കുന്നിലെ ആരെയും വകവയ്ക്കാതെയുള്ള മണ്ണെടുപ്പ്. പ്രതിഷേധങ്ങൾ കാറ്റിൽ പറത്തി കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടൂൽക്കുന്ന് മേഖലയിൽ 2 മണ്ണെടുപ്പ് തുടരുകയാണ്. ചെങ്കുത്തായ സ്ഥലങ്ങളിൽ ഖനനം നടത്തുന്നതിന് കോടതി വിലക്ക് നിലനിൽക്കുമ്പോഴാണ് കുന്നിന്റെ അന്ത്യം കുറിക്കുന്ന വിധത്തിൽ വലിയ തോതിൽ മണ്ണെടുപ്പ് നിർബാധം തുടരുന്നത്. ദേശീയപാത നിർമ്മാണത്തിന് എന്ന പേരിലാണ് മണ്ണെടുപ്പിന് അനുമതി ലഭിച്ചത്. കടവല്ലൂർ പഞ്ചായത്തിലെ ആൽത്തറ മുല്ലപ്പള്ളി കുന്നിൽ ഇതേ രീതിയിൽ അനുമതി ലഭിച്ച മണ്ണെടുപ്പ് കോടതി വിലക്കിനെ തുടർന്ന് 2 ആഴ്ച മുമ്പ് നിർത്തിവെച്ചിരുന്നു. പട്ടികജാതി വിഭാഗത്തിന് സർക്കാർ നൽകിയ ഭൂമിയോട് ചേർന്നാണ് ഒരു ഭാഗത്ത് മണ്ണെടുപ്പെങ്കിൽ ഒട്ടേറെ വീടുകളും ക്ഷേത്രവും ഉൾപ്പെടുന്ന ഭാഗത്തിന് മുകളിലായാണ് മറ്റൊരു ഖനനം നടത്തുന്നത്. ഇരുഭാഗത്തെയും ജനങ്ങൾ ഇതുമൂലമുള്ള ദുരിതം അനുഭവിച്ചു തുടങ്ങി. ഭീമൻ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ പ്രദേശമാണ് കോട്ടൂൽക്കുന്ന്. മണ്ണെടുപ്പിനു വേണ്ടി ഈ കല്ലുകൾ മാറ്റുന്നത് ശക്തിയായ പ്രകമ്പനത്തിന് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ഗ്രാമീണ റോഡുകളിലൂടെ വലിയ ലോറികൾ പോകുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ വേറെയും. പട്ടികജാതി നഗറിലെ കാലപ്പഴക്കമുള്ള വീടുകൾ നാശഭീഷണിയിലാണെന്ന് ഇവർ പറഞ്ഞു. രാത്രിയിലെ ശബ്ദവും പൊടിശല്യവും സ്വൈര ജീവിതത്തിന് തടസ്സമാകുന്നുവെന്നും ആരോപണമുണ്ട്. മണ്ണെടുപ്പിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ജിയോളജി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. കോടതി ഉത്തരവുകൾ ലംഘിച്ചാണ് മണ്ണെടുപ്പ് തുടരുന്നതെന്നും ഉടൻ നടപടി വേണമെന്നും കുന്ന് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ എന്തിനാണ് നിയമം, എന്തിനാണ് ഉദ്യോഗസ്ഥർ എന്നെല്ലാം തോന്നാറുണ്ട്. അങ്ങനെ തോന്നുന്നതിൽ എന്താണ് തെറ്റ്? മണ്ണെടുക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അധികാരികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ദുരിതം അനുഭവിക്കുന്നവരുടെ അവസ്ഥ പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നാൽ അതൊന്നും ബാധകമല്ലാതെയാണ് മണ്ണെടുപ്പ്. ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുന്നുവെന്നുള്ള ആരോപണം വേറെയും. തീരദേശ ജനത വീണ്ടും പ്രളയ ഭീഷണിയിലാണ്. അടിക്കടി ഉണ്ടാകുന്ന വേലിയേറ്റം തീരപ്രദേശത്തുള്ളവർക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വേലിയേറ്റം സൃഷ്ടിക്കുന്ന വെള്ളക്കെട്ടിൽ പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ. ഏത് സമയമാണ് വേലിയേറ്റം ഉണ്ടാവുക എന്ന് ഭയപ്പെട്ടിരിക്കേണ്ട അവസ്ഥ. ചാവക്കാട് മേഖലയിൽ വേലിയേറ്റം തുടരുമ്പോൾ തീരദേശവാസികൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ചാവക്കാട് ബീച്ചിൽ വീണ്ടും ശക്തമായ വേലിയേറ്റം. ബ്ലാങ്ങാട് ബീച്ചിലും കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് പരിസരങ്ങളിലുമാണ് വേലിയേറ്റം മൂലം കടൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറിയത്. ലൈറ്റ് ഹൌസിന് സമീപത്തെ നിരവധി വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് മുങ്ങി. കരയിൽ കയറ്റിവെച്ചിരുന്ന മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് വേലിയേറ്റം ആരംഭിച്ചത്.
കഴിഞ്ഞ ദിവസം ഉണ്ടായതിനേക്കാൾ ശക്തമായ രീതിയിലായിരുന്നു കടൽവെള്ളം കരയിലേക്ക് അടിച്ചു കയറിയത്. വെള്ളം മെയിൻ റോഡിനോട് അടുത്തുവരെ എത്തി സമീപത്തെ മീൻ കമ്പനികൾ ഉൾപ്പെടെയുള്ള കടകളിലേക്ക് വെള്ളം കയറി. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വേലിയേറ്റം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കട ഉടമ കരിമ്പൻ ഷാജി പറഞ്ഞു. ലൈറ്റ് ഹൌസ് പരിസരത്ത് സമീപത്തെ കൾവർട്ട് വഴി റോഡിന് കിഴക്കുവശത്തെ വീടുകളും വെള്ളക്കെട്ടിലായി. വേലിയേറ്റം ശക്തമായതോടെ തീരദേശവാസികൾ ദുരിതത്തിലായി. പലപ്പോഴും വീടിന്റെ മുറ്റവും കവിഞ്ഞെത്തുന്ന വെള്ളം വീടിനുള്ളിലേക്ക് പോലും കയറുന്ന അവസ്ഥയിലാണ്. മണിക്കൂറുകൾ ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വീടുകൾക്കും നാശം നേരിടുന്നുണ്ട്. പണ്ട് വർഷത്തിൽ 3-4 തവണ മാത്രമായിരുന്നു ശക്തമായ വേലിയേറ്റം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. തീരദേശ ജനതയെ ഇത് പ്രളയഭീതിയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ആഗോളതാപനം, കടൽ തീരത്തിന്റെ ഘടനാപരമായ മാറ്റങ്ങൾ എന്നിവ വേലിയേറ്റത്തിനും വെള്ളക്കെട്ടിനും കാരണമാകുന്നുണ്ട്. ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ഫലമായി ഉണ്ടാകുന്ന പ്രതിഭാസമാണ് വേലിയേറ്റം. കാലാവസ്ഥയിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും പ്രകൃതിക്ക് വലിയ പ്രതിഫലനമുണ്ടാക്കും. തീരദേശ മേഖല ആസൂത്രണമില്ലായ്മയുടെ പരിമിതികളിൽ നട്ടം തിരിയുമ്പോഴും പല കാലങ്ങളിലായി നടത്തിയിരുന്ന ജനകീയ ബോധവൽക്കരണ പദ്ധതികൾ പരാജയപ്പെടുന്നതിനോട് അധികൃതർ മുഖം തിരിക്കുന്നു എന്നതാണ് സത്യം. പരിസ്ഥിതിക്കിണങ്ങുന്ന തീരസംരക്ഷണ പദ്ധതികൾ അട്ടത്തുവെക്കുകയും നമ്മുടെ നാടിനനുയോജ്യമാകുമോ എന്നുറപ്പില്ലാത്ത പദ്ധതികൾ പരീക്ഷിക്കുകയും ചെയ്യുന്ന പതിവ് തന്നെയാണ് ഇവിടെ അധിക ബാധ്യതയാകുന്നത്. നിലവിലെ വേലിയേറ്റം സൃഷ്ടിച്ച വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് തോടുകളുടെ ആഴം കൂട്ടാത്തതും ഉപേക്ഷിക്കപ്പെട്ട പാടങ്ങളുടെയും ചെമ്മീൻകെട്ടുകളുടെയും വരമ്പുകൾ ഇടിഞ്ഞതുമാണ്. പല തോടുകളും കനാലുകളും മാലിന്യം കെട്ടിക്കിടന്ന് നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. തീരദേശ റോഡുകൾ പലതും ഗതാഗത യോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു. തകർന്ന കടൽഭിത്തി പുനർനിർമ്മിക്കാത്തതും മണൽച്ചാക്കുകൾ വിന്യസിക്കാത്തതും കടൽ വെള്ളത്തെ പ്രതിരോധിക്കാനാകാത്ത നിലയുണ്ടാക്കി. ഇതിനു പുറമെ തോടുകളും തണ്ണീർത്തടങ്ങളും നിറഞ്ഞു കവിഞ്ഞതിനാൽ താഴ്ന്ന പ്രദേശങ്ങൾ പലതും ഒറ്റപ്പെട്ട അവസ്ഥയിലുമായി. ഇങ്ങനെ തീരദേശ മേഖലയിലെ സ്ഥിതിഗതികൾ രൂക്ഷമായാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനാസ്ഥയ്ക്കുള്ള പങ്കും തള്ളിക്കളയാനാകില്ല. സർക്കാർ നെതർലാൻഡ് സഹകരണത്തോടെ നടത്തുമെന്ന് കൊട്ടിഘോഷിച്ചു പ്രഖ്യാപിച്ച റൂം ഫോർ റിവർ പദ്ധതി പോലുള്ളവ നടത്തി പ്രതിരോധിക്കാനാകുമെന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ അതൊന്നും നടപ്പിലാവുന്നില്ല എന്ന് മാത്രം. എന്നാൽ ഇത്തരം ഇറക്കുമതി ചെയ്ത പദ്ധതികളൊന്നും ശരവേഗത്തിൽ നടത്തിയ ചരിത്രം നമുക്ക് പരിചയവുമില്ല. ആവർത്തിക്കുന്ന ഇത്തരം പ്രതിഭാസങ്ങളെ മറികടക്കാൻ കേവലം താൽക്കാലിക ആശ്വാസ നടപടികൾക്കാകുമില്ല. പുതിയ പദ്ധതികൾ നടപ്പാക്കുക അത്യാവശ്യമാണ്. പദ്ധതിയായിട്ടും പണം ചിലവഴിച്ചിട്ടും ആളുകൾക്ക് ഉപയോഗയോഗ്യമാക്കാത്ത ഒരു ശ്മശാനമുണ്ട് വടക്കേക്കാട് പഞ്ചായത്തിൽ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശ്മശാന നിർമ്മാണം ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. മൃതദേഹം സംസ്കാരത്തിനായി സാധാരണക്കാർ ഇരട്ടി പണം ചിലവാക്കി മറ്റ് ശ്മശാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട്. ഇതേ ചൊല്ലി പ്രതിഷേധങ്ങളും തകൃതിയായി നടത്തിയിരുന്നു. ഒടുവിൽ കാര്യകാരണങ്ങൾ അറിയാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ടെത്തി. നിർമ്മാണം നിലച്ച ജില്ലാ പഞ്ചായത്തിന്റെ സംയുക്ത പദ്ധതിയായ വടക്കേക്കാട് ശ്മശാനത്തിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സ്ഥലത്തെത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിലിന്റെ പ്രത്യേക താൽപര്യത്തിൽ പുതിയ ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിക്കാൻ 2022 കോസ്ഫോർഡിന് നിർവഹണ ഏജൻസിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പദ്ധതി ആവിഷ്കരിച്ചത്. 70,54,000 രൂപയായിരുന്നു പദ്ധതി തുക. 16 ലക്ഷം പഞ്ചായത്തും ബാക്കി തുക ജില്ലാ പഞ്ചായത്തുമാണ് ചെലവഴിക്കുന്നത്. അതേ വർഷം മെയ് 5 ആദ്യ ഗഡുവായ 13,60,000 രൂപ ജില്ലാ പഞ്ചായത്ത് വടക്കേക്കാട് പഞ്ചായത്തിന് കൈമാറിയിരുന്നു. എന്നാൽ നിലവിലെ ശ്മശാനത്തിനരികിൽ MCF നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് തീരുമാനിച്ചത് വിവാദങ്ങൾക്കിടയാക്കുകയും നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തു. പിന്നീട് റഹീം വീട്ടിപ്പറമ്പിൽ MCF നിർമ്മാണത്തിന് 7 സെന്റ് സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായി നൽകിയാണ് പ്രശ്നപരിഹാരം കണ്ടത്. 2023 മെയ് 31 നിർമ്മാണോദ്ഘാടനം നടത്തുകയും ചെയ്തു. 10 മാസത്തിനകം ഉദ്ഘാടനം ചെയ്യും എന്നായിരുന്നു പ്രഖ്യാപനം. ആദ്യ 2 ദിവസം പണി നടന്നെങ്കിലും പിന്നീടൊന്നും നടന്നില്ല. മണ്ണിന്റെ ബലക്കുറവ് കാരണം തെങ്ങിൻ തടി കുഴിയിലേക്ക് അടിച്ചു താഴ്ത്തിയുള്ള പൈലിംഗ് ആവശ്യമാണെന്നും ഇത് ഉൾപ്പെടെ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തേണ്ടി വന്നതാണ് നിർമ്മാണം തുടങ്ങാൻ വൈകിയതിന് കാരണമെന്നും പാടത്തിന് സമീപമായതിനാൽ കുഴിയിലെ വെള്ളം വെറ്റിച്ച് അടുത്ത ദിവസം പണി ആരംഭിക്കും എന്നായിരുന്നു അന്ന് കോസ്ഫോർഡിന്റെ ന്യായം. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ നിരന്തരം വടക്കേക്കാട് പഞ്ചായത്തുമായി ബന്ധപ്പെടാറുണ്ടെങ്കിലും മുടന്ത ന്യായം പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തിരുന്നതെന്ന് പറയുന്നു. 2 വർഷമായിട്ടും നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകാതെ വന്നപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സ്ഥലം സന്ദർശനം നടത്തിയത്. നിലവിൽ 84 ലക്ഷം രൂപയാണ് പദ്ധതി തുക. 68 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് നൽകും. ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ അതിനാവശ്യമായ മുഴുവൻ ഫണ്ടും വകയിരുത്തിയിട്ടുണ്ട്.
23 നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് യോഗത്തിന് ശേഷം രണ്ടാം ഘട്ടമായ 5 ലക്ഷം രൂപ കൈമാറും. ശ്മശാനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും പ്രസിഡന്റ് VS പ്രിൻസ് പറഞ്ഞു. പല ഘട്ടങ്ങളിലായി ചില തടസ്സങ്ങൾ വന്നു. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള ഒരു അനാസ്ഥ ഇനി സംഭവിക്കരുത് എന്ന് ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥരുമായിട്ടും ഗ്രാമപഞ്ചായത്തുമായിട്ടും ചർച്ച ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ അതിനാവശ്യമായ ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതം നൽകാൻ ആവശ്യമായ മുഴുവൻ തുകയും ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് ഈ 13-ാം തീയതി രണ്ടാം ഗഡു ബില്ലിൻ്റെ ഒരു 5 ലക്ഷം വന്നിട്ടുണ്ട്. അതിപ്പോൾ ജില്ലാ പഞ്ചായത്ത് യോഗം 23-ാം തീയതി കഴിഞ്ഞാൽ ആ പൈസയും നമ്മൾ കൊടുക്കും. എത്ര പൈസയാണ് നമ്മുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 84 ലക്ഷത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതം. പിന്നീട് ഏതോ കാരണവശാൽ അത് കുറച്ച് നീണ്ടുപോയ ഒരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിലുണ്ടായത്. പിന്നീട് ഞങ്ങളത് എന്താണ് ജില്ലാ പഞ്ചായത്തിൻ്റെ വർക്കുകൾ അവലോകനം ചെയ്യുമ്പോഴാണ് 13,60,000 രൂപ ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിട്ടും പിന്നീട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് പോയി. പണം അനുവദിക്കുന്നത് മാത്രമല്ല, അത് എത്ര വേഗത്തിൽ പ്രാവർത്തികമാകുന്നു എന്നതാണ് വിഷയം. തൊടുന്യായങ്ങൾ പറഞ്ഞ പൊതുജനങ്ങൾക്ക് ഉപകാരമാകേണ്ട പദ്ധതികൾ നീട്ടിക്കൊണ്ടുപോകുന്നത് ഉചിതമായ കാര്യമല്ല. ഒടുവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനാൽ ജനങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. വാക്ക് പാലിക്കപ്പെടുമെന്ന വിശ്വാസമുണ്ട്. ഇനിയും വൈകില്ലെന്ന് പ്രതീക്ഷിക്കാം. ഗുരുവായൂരിലെ വ്യാപാരികളുടെ ആശങ്കയ്ക്ക് അറുതിയായി. താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ തീരുമാനമാണ് വ്യാപാരികൾക്ക് ആശ്വാസമായത്. ക്രിമിനലുകളുടെയും സാമൂഹിക വിരുദ്ധരുടെയും അഴിഞ്ഞാട്ടത്തിൽ കച്ചവടം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാരോപിച്ച് ഗുരുവായൂരിലെ ഒരു വിഭാഗം വ്യാപാരികൾ ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി മുൻപാകെ ഫയലാക്കിയ ഹർജിയിലാണ് ലോക അദാലത്തിൽ സുപ്രധാന തീർപ്പുണ്ടായത്. ഇതോടെ പോലീസും നഗരസഭയും അവരുടെ ജോലിയും നടപ്പാക്കി കഴിഞ്ഞു. കാലങ്ങളായി നിലനിൽക്കുന്ന വ്യാപാരികളുടെയും കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് അറുതിയാകും. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് കീഴെ സാമൂഹ്യ വിരുദ്ധരുടെയും ക്രിമിനലുകളുടെയും വിളയാട്ടത്താൽ പൊറുതിമുട്ടിയ വ്യാപാരികൾ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് അജു എം ജോണി, സെക്രട്ടറി ER ഗോപിനാഥൻ, PV ഗിരീഷ്, ജയഘോഷ് KB എന്നിവരുടെ നേതൃത്വത്തിൽ അഭിഭാഷകരായ സുജിത് ഐനപ്പുള്ളി, മാളവിക ഷാൽജി, ആയിഷ ലിയാന എന്നിവർ മുഖാന്തരമാണ് ഹർജി ഫയൽ ചെയ്തത്. ഇതേ തുടർന്ന് ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്, ഗുരുവായൂർ മുനിസിപ്പൽ സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവരോട് കമ്മിറ്റി മുൻപാകെ ഹാജരാകുവാൻ നിർദ്ദേശിച്ചിരുന്നു. ചാവക്കാട് സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് ജഡ്ജ് അന്യാസ് തയ്യൽ ഇരുകൂട്ടരുമായും നടത്തിയ ഇടപെടൽ മൂലം ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിനടിയിലുള്ള സ്ഥലം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ആവശ്യക്കാർക്ക് വാടകയ്ക്ക് നൽകുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനും സ്ഥലത്ത് അനധികൃത പ്രവേശനം തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായി. ഗുരുവായൂർ പോലീസിന്റെ സാന്നിധ്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥിരമായി ഫോഗിംഗ്, ക്ലോറിനേഷൻ എന്നിവ നടത്താനും തീരുമാനിച്ചു. ഇതോടെ ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ ടൈൽ വിരിച്ച ഭാഗത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു. പാലത്തിന് താഴെ ക്രിമിനലുകളും സാമൂഹ്യവിരുദ്ധരും തമ്പടിക്കുന്നുവെന്ന പരാതിയിൽ ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഫയലാക്കിയ ഹർജിയിൽ ലോക് അദാലത്തിന്റെ തീർപ്പ് പ്രകാരം നഗരസഭയും പോലീസുമാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. 1 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത പാലത്തിന് താഴെ സൗന്ദര്യവൽക്കരണം നടത്താൻ തീരുമാനിച്ചിരുന്നു. ഓപ്പൺ ജിം, സ്ട്രീറ്റ് എന്നിവ നിർമ്മിക്കാനായിരുന്നു തീരുമാനം നടപ്പിലാക്കാത്തതിനെ തുടർന്ന് പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധരും നാടോടികളും തമ്പടിക്കുകയായിരുന്നു. മദ്യപിച്ച് വഴക്ക് പതിവായതിനെ തുടർന്ന് സഹികെട്ടാണ് പാലത്തിന് താഴെയുള്ള വ്യാപാരികൾ നിയമ നടപടിയിലേക്ക് കടന്നത്. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നാടോടികൾ സ്ഥലം വിട്ടിട്ടില്ല. വർഷങ്ങളായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചെണ്ട നിർമ്മാണ നാടോടി സംഘം മണ്ഡല മകർവിളക്ക് സീസണിൽ ഗുരുവായൂരിൽ എത്താറുണ്ട്. മണ്ഡലകാലം കഴിയുന്നതോടെ ഇവർ തിരിച്ചുപോകും. സീസൺ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാടോടികളെ ഒഴിപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് നഗരസഭയും പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. പാലത്തിന് താഴെ കൂടെയുള്ള ഗതാഗത നിയന്ത്രണത്തിനുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചു. പാലത്തിന് താഴെ ആഴ്ചയിൽ ഫോഗിംഗ് നടത്താനും 2 ആഴ്ച കൂടുമ്പോൾ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ലഘുഭക്ഷണശാലകൾ ആരംഭിക്കുന്നതിന് ടെൻഡർ നൽകും. ഇത് സംബന്ധിച്ച് അടുത്ത കൌൺസിൽ യോഗത്തിൽ തീരുമാനമാകും. വ്യാപാരികൾക്ക് സ്വൈരമായി കച്ചവടം നടത്താനുള്ള വഴി തെളിഞ്ഞു. അതേസമയം തന്നെ നാടോടികൾ സീസൺ കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ സൗന്ദര്യവൽക്കരണ പദ്ധതികൾ നടപ്പായാൽ അത് കളറാകും. പക്ഷേ വാക്കിലും വാഗ്ദാനങ്ങളിലും മാത്രം ഒതുങ്ങുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടി വരും. കയറിക്കിടക്കാനുള്ള കിടപ്പാടം നഷ്ടപ്പെടുന്നത് വേദനാജനകമാണ്. വീടിന്റെ ആധാരം പണയം വെച്ച് പണം എടുത്തു. അത് മുടങ്ങാതെ പോയിരുന്ന സമയത്ത് ഗൃഹനാഥൻ ആരോഗ്യ പ്രശ്നങ്ങളാൽ മരണമടഞ്ഞപ്പോൾ വായ്പാ തിരിച്ചടവും മുടങ്ങി.
പിന്നെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ വീട്ടുകാരും പകച്ചു. പക്ഷേ പണം എടുത്തവർ മുഴുവൻ കൈമലർത്തിയാൽ പണം തിരിച്ചെടുക്കാൻ ഇതല്ലാതെ എന്ത് വഴി എന്ന ബാങ്ക് അധികൃതരും. ബാങ്ക് അധികൃതർ വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് പട്ടികജാതിക്കാരായ ഗൃഹനാഥയും മകളും കഴിയുന്നത് വിറകുപുരയിൽ. കിഴക്കേച്ചറായി കരുമത്താഴത്ത് പരേതനായ കുട്ടന്റെ ഭാര്യ അമ്മിണിയും മകളുമാണ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. 2014 മകളുടെ വിവാഹത്തിനാണ് കേരള ബാങ്ക് വടക്കേക്കാട് ശാഖയിൽ 8 സെന്റ് ഭൂമി ഈട് നൽകി 4 ലക്ഷം രൂപ വായ്പ എടുത്തത്. 2.5 ലക്ഷം രൂപയോളം അടച്ചെന്ന് ഇവർ പറയുന്നു. ഭർത്താവ് കുട്ടൻ ക്യാൻസർ ബാധിച്ചു മരിച്ചതോടെ അടവ് തെറ്റി. മകനും 3 പെൺമക്കളുമാണ് ഇവർക്കുള്ളത്. ഇനി 4 ലക്ഷം അടച്ചാൽ വായ്പ അവസാനിക്കുമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. പണം ഉടൻ അടയ്ക്കാമെന്ന് അദാലത്തിൽ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും സാവകാശം നൽകാതെ വീട്ടിൽ നിന്നും ഇറക്കിയെന്നാണ് പരാതി. ജപ്തിക്കായി എത്തിയ പോലീസ് ഉൾപ്പെട്ട ഉദ്യോഗസ്ഥ സംഘത്തെ കണ്ട് മണി തലചുറ്റി വീണപ്പോൾ ബാങ്ക് അധികൃതർ വീട് പൂട്ടി സീൽ വെക്കുകയായിരുന്നുവത്രേ. അമ്മിണിയുടെ മരുന്നും വസ്ത്രങ്ങളും വീടിനകത്താണ്. രാത്രി ബന്ധുവീട്ടിൽ കഴിയുന്ന ഇവർ പകൽ വിറകുപുരയിലെത്തും. 3 ദിവസമായി ഇതാണ് അവസ്ഥ. ജപ്തി നോട്ടീസ് പോലും നൽകാതെയാണ് ബാങ്ക് വീട് അടച്ചുപൂട്ടിയതെന്ന് വീട്ടുകാർ ആരോപിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡിഫാമിന് പഠിക്കുന്ന മൂത്ത മകളുടെ മകൾ പരീക്ഷാവധിക്ക് വീട്ടിലെത്തിയപ്പോൾ വീടിന് പുറത്ത് കഴിയേണ്ടി വന്നു. ആലപ്പുഴ ആർട്സ് കോളേജിൽ പഠിക്കുന്ന മറ്റൊരു മകൾ ക്രിസ്മസ് അവധിക്ക് വരാൻ ഒരുങ്ങിയെങ്കിലും ഇവിടുത്തെ അവസ്ഥ കാരണം യാത്ര ഒഴിവാക്കിയതായും ഇവർ പറഞ്ഞു. അതേസമയം കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടിയെന്നാണ് ബാങ്ക് അധികൃതരുടെ പ്രതികരണം. അവര് ബാങ്ക് പൂട്ടിയിട്ട് എല്ലാ സ്റ്റാഫും എത്തി. ഒരു പോലീസുകാരനുണ്ട്, അയ്യന്തോളുള്ള വക്കീലും ഒരു വാതില് പൂട്ടി. ഫോൺ അതിന്റെ ഉള്ളിൽ ചാർജിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മക്കള് ഇതെങ്ങനെയോ അറിഞ്ഞിട്ട് ഓരോരുത്തരും വിളിക്കാൻ പറ്റുന്നില്ല. അത് 2-3 ലക്ഷം അടച്ചു, 2-2.5 ലക്ഷം അടച്ചു. പിന്നെ ഭർത്താവിന് ക്യാൻസർ രോഗമായി. അപ്പൊ അതിന് ചികിത്സ ചെയ്യപ്പോ മൂപ്പര് മരിക്കുകയും ചെയ്ത്. പിന്നെ അയാള് നമ്മള് പെട്ടു. അടയ്ക്കാൻ വിട്ടുവീഴ്ച വന്നു. പിന്നെ അടവ് തെറ്റി, പലിശയായി. എന്റെ പേരിലാണ്. തിരിച്ചടവ് മുടങ്ങിയതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. സാവകാശം എന്നത് മനുഷ്യപ്പറ്റാണല്ലോ. ദയാദാക്ഷിണ്യമില്ലാതെ പ്രായമായവരെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നത് ശരിയായ നടപടിയല്ല. മാനുഷിക പരിഗണന എന്ന ഒന്നുണ്ട്. അദാലത്തിൽ പണം അടയ്ക്കാനുള്ള സാവകാശമുണ്ട്. അത് പരിഗണിക്കാതെ കണ്ണിൽ ചോരയില്ലാതെ ജപ്തി ചെയ്യുന്നത് അംഗീകരിക്കാനാവാത്തതാണ്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.